കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടയിൽ പുഴയിൽ ചാടിയ കാപ്പ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായിരുന്ന തലശ്ശേരി സ്വദേശി റഹീമിന്റെ മൃതദേഹം കണ്ടെത്തി. കിളിയന്തറ 32 മൈലിന് സമീപം ബാരാപ്പോൾ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. കർണാടകയിൽ നിന്നും ഇന്നോവ ക്രിസ്റ്റ കാറിൽ കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് പോലീസ് പരിശോധനയ്ക്കായി വാഹനം നിർത്തുവാൻ ആവശ്യപ്പെട്ടത്. വാഹനം നിർത്തി വെളിയിലിറങ്ങിയ റഹീം പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപമുള്ള ഊടുവഴിയിലൂടെ ഓടി പുഴയിലേക്ക് ചാടി. വീഴ്ചയുടെ ആഘാതത്തിൽ പുഴയോരത്തെ മരത്തിലെ വള്ളിയിൽ പിടിച്ച് അല്പനേരം നിന്നുവെങ്കിലും പിടി ദുർബലമായി വിട്ടുപോവുകയായിരുന്നു. കുത്തൊഴുക്കുള്ള പുഴയിൽ വീണ് ഒലിച്ചുപോയ റഹീമിനെ 100 മീറ്റർ താഴെയുള്ള കച്ചേരിക്കടവ് പാലത്തിന് സമീപം വരെ പ്രദേശവാസികൾ കണ്ടിരുന്നു. പുഴയിൽ മീൻ പിടിച്ചിരുന്നവർ റഹീമിന്റെ സഹായാഭ്യർത്ഥന കേട്ടെത്തുമ്പോഴേക്കും പാലത്തിന് താഴേക്ക് ഒഴുകിപ്പോയിരുന്നു. ബാരാപ്പോൾ പേരട്ട പുഴകൾ സംഗമിക്കുന്ന കൂട്ടുപുഴയിൽ ശക്തമായ അടിയൊഴുക്കും കയങ്ങളും നിറഞ്ഞ പ്രദേശത്തേക്കാണ് റഹീം ചാടിയത്. സാധാരണയായി പുഴയിൽ വെള്ളമുയർന്നാൽ പ്രദേശവാസികൾ പോലും പുഴയിൽ ഇറങ്ങാറില്ല. പോലീസ് റഹീം സഞ്ചരിച്ചിരുന്ന വാഹനം പരിശോധിച്ചിരുന്നുവെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.